Hello everyone, welcome back to NISHANA'S recipe notes. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ദോശയുടെ റെസിപ്പിയാണ്, ഉഴുന്ന് ദോശ. ഇത് സാധാരണയായി തട്ടുകടകളിലും വെജിറ്റേറിയൻ ഹോട്ടലുകളിലൊക്കെ നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ള ദോശയാണ്. ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയാണ്. ചട്നി കൂട്ടിയിട്ടും സാമ്പാർ കൂട്ടിയിട്ടൊക്കെ കഴിക്കാൻ നല്ല രുചിയാണിതിന്. To see more recipes, subscribe NISHANA'S recipe notes and give bell for getting notifications on latest updates. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ആദ്യമായി ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 കപ്പ് പച്ചരി കുതിർത്തത്, ഉഴുന്ന് കുതിർത്തത് 1 കപ്പ്, 1/4 കപ്പ് ചോറ്. ഈ 3 ചേരുവകളും കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനു മുമ്പായി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നമ്മൾ ചേർക്കുമ്പോൾ അരിയുടെയും ഉഴുന്നിൻ്റെയും മേളിൽ നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഈ ഒരു ലെവലിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതൊന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. ചെറിയൊരു തരിതരിപ്പുണ്ട്, അത് കുഴപ്പമില്ല. ഇത് നമുക്കിനിയൊരു വെസലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അല്പം വെള്ളം ജാറിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് റിൻസ് ചെയ്ത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലിഡ് വെച്ച് കവർ ചെയ്ത് വയ്ക്കാം. ഇനി ഇത് മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും ഇതുപോലെ ഇരിക്കണം, എങ്കിലേ നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വരുള്ളൂ. ഒരു 8 മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ദോശ ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ദോശക്കല്ലാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ശകലം നെയ്യ് തൂവി കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. കാരണം നോൺ സ്റ്റിക്കിൻ്റെ ദോശക്കല്ലാവുമ്പോൾ കൂടുതൽ എണ്ണമയം പാടില്ല. ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നെയ്യും എണ്ണയൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കാം, അതിന് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആദ്യത്തെ ദോശ ചുട്ടെടുക്കുകയാണ്. ദോശ മാവ് ഒഴിക്കുന്ന സമയത്ത് അധികം ചൂട് പാടില്ല. അപ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഒഴിച്ചതിന് ശേഷം പിന്നെ ഫ്ലെയിം കൂട്ടി കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ദോശ ഇവിടെ ചുട്ടെടുത്തു. ഇനി ഇതുപോലെ എല്ലാ ദോശയും നമുക്ക് ചുട്ടെടുക്കണം. കഴിയുന്നതും തിന്നായിട്ടുള്ള ദോശ ചുട്ടെടുക്കാനായിട്ട് ശ്രമിക്കുക, എങ്കിലേ നമ്മുടെ ദോശ നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് നെയ്യൊന്ന് തൂവി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചട്നി കൂട്ടിയിട്ടോ സാമ്പാർ കൂട്ടിയിട്ടൊക്കെ കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക,
ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ.